റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. ഇടുക്കിയിൽ നിർണായക നീക്കവുമായി PV അൻവർ. ദേവികുളം മുൻ MLA S രാജേന്ദ്രനുമായി PV അൻവർ കൂടിക്കാഴ്ച നടത്തി. ഇടത് വിമതരെ ഒപ്പം ചേർക്കാൻ ലക്ഷ്യമിട്ട് DMKക്ക് ഇടുക്കിയിൽ അനൌദ്യോഗിക ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു. തൊടുപുഴയിലും കട്ടപ്പനയിലും യോഗങ്ങൾ ചേർന്നു. PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സ്ഥിരീകരിച്ച S രാജേന്ദ്രൻ ജനകീയ യാത്രയിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചു എന്നും റിപ്പോർട്ടറിനോട് പറഞ്ഞു. യാദൃശ്യമായി ഒന്ന് കണ്ടുമുട്ടിയതാണ്. എവിടെയെങ്കിലും സ്ഥലം കണ്ടെത്തിയിരുന്ന് അങ്ങനെ ഒരു കാഴ്ചയല്ല. യഥാർത്ഥത്തിൽ യാദൃശ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ യാത്രക്കിടയിൽ കണ്ടതാണ്. സംസാരിച്ചു. പരിചയമുള്ള ആളുകളെ കാണുക, സംസാരിക്കുക, ആശയവിനിമയം നടത്തുക, അതൊരു സ്വാഭാവികമാണ്. സംസാരിച്ചപ്പോൾ ഇന്ന് ജില്ലയിൽ സംസ്ഥാനത്ത് ഉടനീളം വനവകുപ്പ് കാര്യത്തിൽ ഉള്ള പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സമരം നടത്തുന്നുണ്ട്, സഹകരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ആ സമരത്തോട് യോജിപ്പുണ്ടോ? സമരമൊക്കെ യോജിപ്പായ കാര്യമാണ്. അങ്ങനെ ഒരു ആശയവിനിമയം നടത്തിയത് കൊണ്ട് അൻവറുടെ കൂടെ കൂടിയെന്നോ അങ്ങനെയൊന്നുമില്ല. അൻവർക്ക് നിലപാടുകളുണ്ട്, അൻവർക്കും എനിക്കും വ്യത്യസ്ത നിലപാടുകളുണ്ട്. അതുകൊണ്ട് പാർട്ടി ഉടനെ മാറുമോ എന്നുള്ളതല്ല. അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനമെല്ലാം കഴിയട്ടെ. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സമരത്തിന് കൂടുന്നതിന് എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. അതിനിപ്പോൾ അൻവറുടെ പാർട്ടി കൂടി എന്ന് കരുതേണ്ട കാര്യമില്ലല്ലോ. ഇടുക്കിയിൽ CPIയിൽ നിന്ന് രാജിവെച്ച ജില്ലാ കമ്മിറ്റി അംഗം ബിനൂസ് കറിയുമായും ആശയവിനിമയം നടത്തിയിട്ടുണ്ട് PV അൻവർ. PV അൻവർ ഉയർത്തിക്കാട്ടുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളാണെന്നും രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ അധികം സമയം വേണ്ട എന്നും ബിനൂസ് കറിയ പറഞ്ഞു. DMKയുമായി പ്രത്യേകിച്ച് ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല. എന്നാൽ അത്തരം ചില ആലോചനകളൊക്കെ നടന്നിരുന്നു. എന്നാൽ അത്ര ആലോചനകളൊന്നും കാര്യമായി മുന്നോട്ട് പോയില്ല. അദ്ദേഹവുമായി നേരിട്ട് ചർച്ചയൊന്നും നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. വന്നു കഴിഞ്ഞാൽ നേരിട്ട് കാണും. അല്ല, ഇപ്പോൾ പൊതുപ്രവർത്തനമാണല്ലോ. പൊതുപ്രവർത്തനത്തിനാൾ സ്വാഭാവികമായും PV അൻവർ ഒരു MLA ആണ്. ഇപ്പോൾ സംസ്ഥാനത്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയമുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി പോലെയുള്ള ജില്ലയിൽ ഈ വന്യമൃഗങ്ങളുടെ ശല്യവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ അദ്ദേഹം ഉയർത്തുന്ന ചില കാര്യങ്ങൾ ഏറ്റവും സാധാരണ കൃഷിക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു പൊതുപ്രവർത്തന നിലയിൽ സംസാരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. DMKയുടെ ആശയങ്ങൾക്ക് അപ്പുറം അദ്ദേഹം ഉയർത്തുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഉയർത്തുന്ന ആശയങ്ങളോട് യോജിപ്പുണ്ട്. മുമ്പോട്ടൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. അതിലേക്കൊന്നും എത്തിയിട്ടില്ല. അതൊക്കെ പൊതുപ്രവർത്തനമല്ലേ. സ്വാഭാവികമായും രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ ഒത്തിരി സമയങ്ങളൊന്നും വേണ്ടല്ലോ. അതൊക്കെ വളരെ പെട്ടെന്ന് തീരുമാനിക്കാവുന്ന കാര്യങ്ങളാണല്ലോ. ധാർമ്മിക പിന്തുണയാണ് S രാജേന്ദ്രനോട് ആവശ്യപ്പെട്ടത് എന്നായിരുന്നു PV അൻവർ MLA റിപ്പോർട്ടറിനോട് ഇക്കാര്യത്തിൽ പ്രതികരിച്ചു. ഔദ്യോഗികമായിട്ട് ഇവർ പങ്കെടുക്കുമെന്ന് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലോ എൻ്റെ പത്രസമ്മേളനങ്ങളിലോ പറഞ്ഞിട്ടില്ല. ഇവരുമായൊക്കെ ബന്ധപ്പെട്ടിരുന്നു. ഇത്തരത്തിലുള്ള ഒരു സമരത്തിനുള്ള ധാർമ്മിക പിന്തുണയാണ് അഭ്യർത്ഥിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ പിന്തുണ അറിയിക്കുകയും പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ പങ്കെടുക്കാമെന്ന് അവർ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിൽ അവർ രാഷ്ട്രീയമായിട്ടുള്ള സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തൽക്കാലം പങ്കെടുക്കേണ്ടെന്ന വിവരമാണ് ലഭ്യമായത് എന്ന് അവർ പറഞ്ഞു. വളരെ കാലമായി പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച് ഇന്നും ജനകീയ ബന്ധമുള്ള പല ജനകീയ നേതാക്കളും ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയുണ്ട്. അവരൊക്കെ വളരെ അസംതൃപ്തരാണ്. അതിൽ പലരുമായി നമ്മൾ സംസാരിക്കുന്നുണ്ട്. മൊത്തത്തിൽ അസംതൃപ്തരായിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ളൊരു ജനകീയ സംവിധാനത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. സന്ദീപ് രാജാക്കാടുണ്ട് വിശദാംശങ്ങളുമായി. സന്ദീപ്, മലബാറിനപ്പുറം മറ്റു മേഖലകളിലേക്ക് കൂടി സ്വാധീനം വർദ്ധിപ്പിക്കാൻ നേതാക്കളെയൊക്കെ കൂടെ കൂട്ടാനുള്ള ശ്രമമാണോ PV അൻവർ നടത്തുന്നത്? പ്രത്യേകിച്ച് വനാവകാശ നിയമം ഉൾപ്പെടെ സമാന പ്രശ്നങ്ങളിൽ ഒരേ അഭിപ്രായമുള്ളവരെ കൂടെ നിർത്തുക എന്നതാണോ അൻവറിന്റെ നീക്കങ്ങൾ? വിനിത വേണു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഇടുക്കി ജില്ലയെ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആ ഇടുക്കി ജില്ലയ്ക്ക് കൂടി വലിയ രീതിയിൽ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഈ അൻവർ ജാഥയിലേക്ക് പോകുന്നത്. ആ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇടുക്കിയിൽ ഇടതുപക്ഷത്ത് തന്നെ വിവിധ വിഭാഗമായി മാറി നിൽക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട്. അവരെ ഒപ്പം ചേർത്താൽ അത് ഗുണകരമാകുമെന്ന രാഷ്ട്രീയ ചിന്താഗതിയോടുകൂടി തന്നെയാണ് PV അൻവർ ഇടുക്കിയിൽ കളം പിടിക്കുവാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് CPMുമായി വളരെ കാലങ്ങളായി ഏതാണ്ട് 3-4 വർഷമായി ഇടഞ്ഞു നിൽക്കുന്ന S രാജേന്ദ്രനെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തിയത്. അതിൻ്റെ ഭാഗമായി S രാജേന്ദ്രൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അൻവറുമായി കൂടിക്കാഴ്ച നടത്തി. എന്നാൽ അത് സ്വാഭാവികമായ കൂടിക്കാഴ്ചയാണ്. ജാഥയിലേക്ക് എത്തണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു. PV അൻവർ ഉന്നയിക്കുന്ന ആ ആവശ്യങ്ങൾ ഇല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ വളരെ വിലപ്പെട്ടതാണ്, വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ആ പരിപാടിയിലേക്ക്, സമര പരിപാടിയിലേക്ക് ഒക്കെ പങ്കെടുക്കുന്നതിൽ തെറ്റുണ്ടാകേണ്ട കാര്യമില്ല എന്ന് വെച്ച് താൻ ആ രാഷ്ട്രീയം സ്വീകരിച്ചു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ PV അൻവറിൻ്റെ ആശയങ്ങളോട് ഇപ്പോൾ ഉയർത്തുന്ന, കേരളത്തിൽ ഉയർത്തുന്ന രാഷ്ട്രീയ ആശയങ്ങളോട് യോജിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ S രാജേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. സമാനമായ രീതിയിലാണ് CPIയിൽ നിന്ന്
രാജിവെച്ച് പുറത്തുപോയിട്ടുള്ള ജില്ലാ കമ്മിറ്റി അംഗമായ വിനൂസ് കറിയ വെക്കുന്നത്. ജില്ലാ നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ച് പുറത്തുപോയ ആളാണ് വിനൂസ് കറിയ എന്ന് പറയുന്നത്. വിനൂസ് കറിയയും മുമ്പോട്ട് വയ്ക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, ഇല്ലെങ്കിൽ ഈ വന നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ആശങ്കകൾ അതെല്ലാം തന്നെ വിവരിക്കുന്നത്, ഇല്ലെങ്കിൽ അത് ഏറ്റെടുത്തുകൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് എത്തുമ്പോൾ അതിനെ തള്ളിക്കളയേണ്ടതില്ല, അതിനോട് അനുഭാവപൂർണ്ണമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള ഒരു നിലപാടാണ് ഈ വിനൂസ് കറിയയും എടുത്തിരിക്കുന്നത്. ഇവർ രണ്ടുപേരും CPI-യിലും CPM-ലും പ്രവർത്തിച്ചിരുന്നവരാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആളുകൾ ഇടതുപക്ഷത്ത് തന്നെ ഒരു എതിരഭിപ്രായം ഇല്ലെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് നിൽക്കുന്നുണ്ട്. അവരെ കൂടുതൽ അടുപ്പിക്കുക എന്നുള്ളൊരു നീക്കമാണ് PV അൻവർ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ നിരവധി തവണ എത്തി കാണുകയും ആളുകളെ നേരിട്ട് കാണുകയും ഒപ്പം അല്ലാതെ ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കട്ടപ്പനയിലും തൊടുപുഴയിലും യോഗങ്ങൾ ചേർന്നു എന്നുള്ളതാണ്. ആ യോഗത്തിന് ശേഷം ആയിരിക്കാം ഒരുപക്ഷെ ഇടുക്കി ജില്ലയിൽ ഒരു അനൗദ്യോഗിക ജില്ലാ കമ്മിറ്റി DMK-ക്ക് എന്ന തരത്തിലേക്ക് എത്തുകയും അത് ഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവരുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ കഴിയില്ല എന്നുള്ളതാണ് അൻവറുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് വളരെ വേഗത്തിൽ ആ കാര്യങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഇടതുപക്ഷത്തെ വിമതരായി നിൽക്കുന്ന ആളുകളെ കൂടുതൽ അടുപ്പിച്ച്